ഹായ്, ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പാലക് സബ്ജി അല്ലെങ്കിൽ പാലക്ക് കറി. പാലക്കാണിത്. പാലക്ക് വൃത്തിയായിട്ട് അരിഞ്ഞ് കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് പറയാം. ഒരു തക്കാളി, ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണോ ഒന്നോ മതി, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണത്. പച്ചമുളക്, വെളുത്തുള്ളി, സവോള, ഇത്ര ഐറ്റമേ ഉള്ളൂ ഇതിനകത്ത് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഓയിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അല്ല, വെളിച്ചെണ്ണ പറ്റില്ല, സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാട്ടോ ഇത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് മതി. ഇനി നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. ഫസ്റ്റ് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെളുത്തുള്ളി. ആ വെളുത്തുള്ളി നമുക്ക് ഫസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് രണ്ടാമത്തേത് ചേർക്കേണ്ടത് നമുക്ക് സവോളയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് സവോള ചേർക്കാം. ഒരു ചെറിയ സവോളയാണ് ഞാൻ ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം, അത് അതിനകത്തേക്ക് ചേർക്കാം. സവോള ചേർത്ത് ഒരു 2-3 സെക്കൻഡ് നമുക്കതിനകത്ത് വഴറ്റണം. ഒത്തിരി അങ്ങ് ബ്രൗണൊന്നും ആകണ്ട, നമുക്കൊന്ന് 2-3 സെക്കൻഡ് ഒന്ന് വയ്ക്കാം. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കേണ്ട പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ്. ആവശ്യത്തിന് എല്ലാവർക്കും, ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് എരിവ് കൂടുതൽ ഇട്ടേക്കണം. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ പച്ചമുളകാണ് കൂടുതൽ ചേർത്തേക്കണം. പിന്നെ ഒരു 1.5 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കണത്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്, അതും ഇട്ടു. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന്, ഓരോരുടെ അളവിനുള്ള ഉപ്പ് അത്യാവശ്യം ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മാത്രം മതി. നമുക്ക് വേറെ ഇനി പൊടികളോ വേറെ ഒന്നും നമുക്കിനകത്ത് വേണ്ട. ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ടാണ് ഒന്ന് വേവിക്കേണ്ടത്. കാരണം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകണം. അതിന് നമുക്ക് തുറന്ന് വെച്ചാൽ നമ്മളെ ആ എണ്ണയൊക്കെ പറ്റിപ്പോകും. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കണം. ഒന്ന് 2 മിനിറ്റ് ഇളക്കി നമുക്ക് വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വേവിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു. ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു തക്കാളി എടുത്തായിരുന്നല്ലോ, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതാണ് ഇടേണ്ടത്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇടാം. അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വഴണ്ട് വരണം. തക്കാളി നന്നായിട്ട് വഴണ്ട് മെൽറ്റായി അതിനകത്ത് ഇതാകണം. അതുവരെ നമുക്കൊന്ന് അതും നമുക്കിങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം. അടച്ചു വെച്ചില്ലെങ്കിൽ വേകാൻ താമസം വരും. അപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് വെന്തു. ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പാലക്കാണ്. പാലക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. പാലക്കെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പാലക്കിട്ട് മിക്സ് ചെയ്ത് ഒന്നെടുക്കണം. പാലക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. അതിൻ്റെ ആ എരിവും ഉപ്പുമൊക്കെ ഇലയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതൊന്ന് മിക്സാക്കി ഒന്ന് അടച്ച് വേവിക്കണം. കാരണം ഇത് പാലക്കൊക്കെ ഇലവർഗ്ഗങ്ങളൊന്നും അടച്ച് വേവിക്കേണ്ട. അടച്ച് വെച്ചാൽ ഒന്നുകിൽ കളറും മാറും, പിന്നെ അതിനകത്ത് വെള്ളവും കൂടും. നമുക്ക് ഇപ്പം തന്നെ പാലക്കിൽ വെള്ളമുണ്ട്, അതിപ്പം വെന്ത് വരുമ്പോഴേക്കും നോക്കിക്കോ വെള്ളം വരും. ഒന്നാമതിപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം കൂടുതൽ അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെക്കേണ്ട, നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ വെന്ത് കഴിഞ്ഞപ്പം വെള്ളം വരുന്നത് കണ്ടോ. ഇനി അതൊന്ന് ചെറുതായിട്ട് പറ്റണം, ഓവറായിട്ട് പറ്റണ്ട, ചെറുതായിട്ടൊന്ന് പറ്റുന്നവരെ ഒന്നും കൂടി ഇതാക്കി അത് ചീനച്ചട്ടിയിൽ ഇങ്ങനെ തോത്ത് നമുക്ക് എന്താ പറയുക, തട്ടിപ്പൊത്തി വെക്കേണ്ട, നന്നായിട്ട് ഒന്നിതാക്കി വയ്ക്കുക.
അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി. ഇപ്പം ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ആവശ്യമുള്ളത് ചേർക്കാം. ഞാൻ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി ജീരക പൗഡർ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമുക്ക് ജീരക പൗഡർ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും, ഒരു മണവും ഒക്കെ വരും. അതുകൊണ്ട് ഞാനൊരു 2 പിഞ്ച് ജീരക പൗഡർ ഇട്ടു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം. നമ്മുടെ പാലക് സബ്ജി ആയി, ഈസിയായി. ഒരു 10 മിനിറ്റ് മതി, കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് വേകുന്ന താമസമേ ഇതിനകത്തുള്ളൂ. എന്ത് ടേസ്റ്റാണെന്നോ, ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. ഒന്ന് കഴിച്ച് നോക്കണം, ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 10 മിനിറ്റിൽ റെഡിയാക്കിയ പാലക് സബ്ജിയും പൊറോട്ടയും. ഇത് ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഞങ്ങൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഓക്കെ, ബൈ. ട്രൈ ചെയ്ത് നോക്കണേ.